നമസ്കാരം. ഇത്രയും നാളും ആത്മീയമായി വളരാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന പലർക്കും വേണ്ടിയിട്ടുള്ള സംശയങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഇത്രയും നാളും കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം പല കാര്യത്തിലും പലർക്കും പല സംശയങ്ങളുണ്ടായിരുന്നു. യഥാർത്ഥം എന്താണ് ദൈവം, എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും കഷ്ടം, നല്ല രീതിയിലൊക്കെ ജീവിച്ചിട്ടും ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല, എന്നിട്ടും നമുക്ക് ഒരുപാട് കഷ്ടം, ജാതകം എന്ന് പറഞ്ഞാൽ അതിലെന്താണ്, അതെന്ത് അതേപോലെ സംഭവിക്കുന്നു, ചിലതൊക്കെ എന്ത് സംഭവിക്കുന്നില്ല. ഇങ്ങനെ ആത്മീയ മേഖലയിൽ നടക്കുന്ന പല പല കാര്യത്തെക്കുറിച്ചും ദൈവം എനിക്ക് പറഞ്ഞു തരുന്ന അല്ലെ പറഞ്ഞു തന്ന പല കാര്യങ്ങളുമാണ് ഇത്രയും നാളും ഞാൻ അറിയിച്ചുകൊണ്ടിരുന്നത്. അതിലൂടെ ഒരുപാട് ആൾക്കാർക്ക് അവരുടെ സംശയങ്ങളെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സംശയങ്ങൾ കിടക്കുന്ന കാലത്തോളം അവരുടെ ആത്മാവിന് വളരാൻ കഴിയില്ല. അവ ആത്മാവ് വളർന്നാൽ മാത്രമേ അവർക്ക് കൂടുതൽ ദൈവികമായി അല്ലെങ്കിൽ ആത്മീയമായി ഉയർന്നു വരാൻ പറ്റുള്ളൂ. അപ്പൊ ആത്മാവിന് വളരണമെങ്കിൽ ഒരുപാട് ആത്മീയ രഹസ്യങ്ങളും ഇങ്ങനെയുള്ള ആത്മീയ അറിവുകളും കിട്ടിയാലേ ആത്മാവ് വളരുള്ളൂ. അതുകൊണ്ട് ഇത്രയും നാളും ഞാൻ അതൊക്കെ നൽകിക്കൊണ്ടിരുന്നു. പ്രപഞ്ചം മനുഷ്യർക്ക് നൽകിയ ആ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അത് ഏത് രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങിയായിരുന്നു. അപ്പോൾ എനിക്കിപ്പോ കിട്ടുന്നത് കുറച്ചും കൂടി ബേസിക് ആയിട്ട് ശരിക്കും അടിസ്ഥാനപരമായി മറ്റു ചില കാര്യങ്ങൾ വളരെ ലഘുവായി പറഞ്ഞു കൊടുക്കണം എന്ന രീതിയിൽ കിട്ടിയത് കൊണ്ട് ഇനി ഞാൻ ആ ലെവലിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം പലരും എന്നെ വിളിച്ചിട്ട് പറയുന്നു പല കാര്യങ്ങളും മനസ്സിലായി, പല സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് അതനുസരിച്ച് നമ്മുടെ മനസ്സ് മാറാനും മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ മനസ്സിനെ മാറ്റാൻ കഴിയുന്നില്ല. ഏറ്റവും പ്രധാനമായ ഈ ദേഷ്യം, വൈരാഗ്യം അല്ലെങ്കിൽ അസൂയ, ഇങ്ങനെയൊക്കെ ഉള്ള വികാരങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നും ഇതൊക്കെ പുറത്ത് വന്നു പോകുന്നുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോ കുറച്ചും കൂടി അടിസ്ഥാനപരമായിട്ടുള്ള ചില പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള കുറച്ചും കൂടെ ഹൈ ലെവലിലോട്ടുള്ള ആത്മീയ കാര്യങ്ങൾ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അതിന്റെ മുമ്പിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇനി ശ്രമിച്ച് മാറേണ്ടിയിരിക്കുന്നു. അത് പ്രപഞ്ചം ഉദ്ദേശിക്കുന്ന വ്യവസ്ഥയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് അതൊക്കെ എത്തി ആദ്യം മുന്നോട്ട് പോകണം. അപ്പൊ അതിന്റെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ അറിയിക്കുന്നത്. ഒന്ന്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ മനസ്സ് അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ പറയുന്നത് ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ക്രമത്തിലാണ് ഈ പ്രപഞ്ചത്തെ മൊത്തം പരിപാലിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഗ്രഹങ്ങളാണെങ്കിലും നമ്മുടെ സമുദ്രമാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും നമ്മുടെ മനുഷ്യ ശരീരമാണെങ്കിലും എല്ലാം അതിനൊക്കെ ഒരു പ്രത്യേക ഒരു ക്രമമുണ്ട്. അപ്പൊ ആ ക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അവിടെ അതിന്റെ ബാലൻസ് തെറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നു. ഇത് നമുക്ക് തന്നെ അറിയാം. ആ പ്രകൃതിയുടെ ബാലൻസ് തെറ്റുന്നത് കൊണ്ടാണ്, അതായത് ആ ക്രമം തെറ്റിയത് കൊണ്ടാണ് ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പൊ കാടിനെ ഓവറായിട്ട് നശിപ്പിച്ച് കളയുക, മലകളെ കൂടുതൽ ഇടിച്ചു കളയുക, പിന്നെ വെള്ളം കെട്ടേണ്ടിടത്ത് മണ്ണിട്ട് നിമത്തി വെള്ളത്തെ മാറ്റിക്കളയുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ആ ക്രമത്തെ നമ്മൾ മാറ്റുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, കുടുംബ ജീവിതത്തിലും ഒരുപാട് ക്രമങ്ങൾ ഉണ്ട്. അപ്പൊ ഈ ക്രമങ്ങൾ അത് ശരിക്കും ക്രമത്തിലാക്കിയെടുത്ത് മുന്നോട്ട് പോകേണ്ടത് പ്രപഞ്ചം വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകളിൽ പോകാനാണ് നമ്മുടെ ആത്മാവിന് താല്പര്യവും അതാണ് ആവശ്യവും. പക്ഷെ നമ്മൾ എന്നുള്ള വ്യക്തി ഈ അറിവുകളൊക്കെ സമ്പാദിച്ചിട്ട് നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വീട്ടിലുള്ള ക്രമം. അത് എങ്ങനെയെന്ന് പറഞ്ഞു തന്നാൽ, ഇപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ നിസ്സാരമായ സാധനങ്ങൾ, അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇതൊക്കെ വെറും കൊച്ചുപിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ട നിസ്സാര കാര്യങ്ങളാണല്ലോ, ഇതൊക്കെയാണോ വലിയ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. എന്നോട് ദൈവവും പറയുന്നത് ഈ നിസ്സാര കാര്യങ്ങളിൽ തന്നെ ഒരുപാട് ആത്മീയ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഈ നിസ്സാര കാര്യങ്ങൾ ചെയ്ത് ബാലൻസ് ആക്കുന്ന മനസ്സ് സ്വാഭാവികമായിട്ടും ആത്മീയമായി വളർന്നിരിക്കും. ആ ആത്മാവ് ബലപ്പെട്ടിരിക്കും. കാരണം നമ്മൾ നിസ്സാരം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല കാര്യങ്ങളാണ് ശരിക്കും ആത്മീയ മേഖലയിൽ അതിപ്രധാനമായ പല കാര്യങ്ങൾ. പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഈ നിസ്സാര കാര്യങ്ങളെല്ലാം കളഞ്ഞുകൊണ്ട് ആത്മീയത്തിന്റെ വലിയ കാര്യങ്ങൾ, അതായത് ഇരിക്കുന്നതിന് മുമ്പേ എങ്ങനെ കാല് നീട്ടാം, അതാണ് ആൾക്കാരുടെ എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യം ഇരിക്കുക, അതിനുശേഷമേ കാല് നീട്ടാൻ പറ്റുള്ളൂ. അന്നെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീണു പോകും. പലരും എന്നെ വിളിച്ചിട്ട് ചക്രാസൂത്രത്തിൽ എങ്ങനെ കുണ്ടനി അത് ശക്തമായി ഉയർത്തിക്കൊണ്ടുവരണം, അതിന് എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ചക്രാസിലോട്ടൊക്കെ ശക്തി കയറി വരുമ്പോൾ തന്നെ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ശരീരം മൊത്തം വയ്യായിക, അത് ഇതെന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട്. ഞാൻ എന്റെ മെസ്സേജുകളിലൊന്നും ചക്രാസുണർത്തലോ കുണ്ടലിനിയ കാര്യങ്ങളോ ഒന്നും അതിനെ വളർത്തിയെടുക്കേണ്ടതൊന്നും പറയുന്നില്ല. കാരണം
അതൊക്കെ ഇരുന്നതിന് ശേഷം കാല് നീട്ടേണ്ട ചില കാര്യങ്ങളാണ്. പക്ഷെ ആദ്യം നമ്മളൊന്ന് ഇരിക്കണം. ഇതൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇരിക്കണം വെച്ചാൽ നമ്മൾ ധ്യാനിക്കാതിരിക്കണ അല്ല പറയുന്നത്, ഇതൊരു ചൊല്ല് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ലെവലിലോട്ടുള്ള വലിയ ലെവലിലോട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകണതിന് മുമ്പ് അടിസ്ഥാനപരമായിട്ടുള്ള നിസാര കാര്യങ്ങളിലൂടെ തന്നെ നമ്മൾ ആത്മീയമായി വളർന്നു വരേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപ്പെട്ട ഒരു കാര്യമാണ് ക്രമം. ഉറക്കൊഴിക്കുന്നതിന്റെ ക്രമം, ആഹാരത്തിന്റെ ക്രമം, ഉറങ്ങുന്നതിന്റെ ക്രമം, വീട്ടിലുള്ള ആ ഒരു കാര്യങ്ങളുടെ ക്രമം, ഇതെല്ലാം മൊത്തത്തിൽ ഒന്ന് നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇത് പലതും പല രീതിയിലും തെറ്റിക്കിടപ്പുണ്ട്. ഒരിക്കലും നമ്മുടെ പ്രപഞ്ചമോ അല്ലെങ്കിൽ മറ്റുള്ള പ്രകൃതിയുടെ മറ്റു കാര്യങ്ങളൊന്നും ക്രമം തെറ്റാറില്ല. ഇപ്പൊ ക്രമം തെറ്റിയാൽ അവിടെ ഒരു പ്രശ്നം വന്നിരിക്കും. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തെങ്കിലും രോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ദൈവം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ സൃഷ്ടാവ് വെച്ചിരിക്കുന്ന ഒരു ക്രമത്തിൽ വ്യത്യാസങ്ങൾ വരികയോ അതിന് മാറ്റം വരികയോ ചെയ്യുമ്പോഴാണ് നമുക്കും രോഗം പിടിക്കുന്നത്. അതേപോലെ നമ്മൾ ആത്മീയ മേഖലയിലും ഈ ക്രമം എന്ന് പറയുന്ന സാധനത്തിന് വലിയ പങ്കുണ്ട്. ഇപ്പോൾ മിക്ക വീടുകളിലും കണ്ടുവരുന്ന കാര്യമാണ്, കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് യൂണിഫോം ഊരി അങ്ങോട്ട് എറിഞ്ഞ്, ചെരുപ്പ് ഊരി ഇങ്ങോട്ട് എറിഞ്ഞ്, ബാഗ് എടുത്ത് അങ്ങോട്ടിട്ട്. ഇത് നമ്മൾ വീട്ടുകാർ തന്നെ ആ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവിടെ ക്രമം വരുത്തേണ്ടതുണ്ട്. ഇപ്പം വന്നാൽ തന്നെ ബാഗ് എവിടെ വെക്കണം, ചെരുപ്പുകൾ എവിടെ വെക്കണം, ഡ്രസ്സ് എങ്ങനെ വെക്കണം, എവിടെ ഇടണം, പുതിയ ഡ്രസ്സ് എപ്പോൾ ഇടണം, കുളിച്ചിട്ടാണോ ആഹാരം കഴിക്കാൻ തുടങ്ങേണ്ടത്. അപ്പൊ ഇതിനൊരു ക്രമം വെക്കണം. അപ്പൊ ഇന്ന് കുളിച്ചിട്ടൊന്ന് ആഹാരം കഴിക്കുന്നു, നാളെ കുളിക്കാതെ ഒന്ന് ആഹാരം കഴിക്കുന്നു, ഇന്ന് ചെരുപ്പ് ഇപ്പുറത്തെ സൈഡിൽ ഇടുന്നു, നാളെ ചെരുപ്പെടുത്ത് അപ്പുറത്തെ സൈഡിൽ ഇടുന്നു. അപ്പൊ ഈ ഒരു നിസാര കാര്യത്തിൽ തന്നെ നമ്മൾ ആത്മീയം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതിലെന്ത് ആത്മീയം? ഇതിലൊക്കെ ആത്മീയമുണ്ട്. കാരണം അടിസ്ഥാനപരമായിട്ടുള്ള ഈ നിസാര കാര്യങ്ങളിലൂടെ വേണം നമ്മൾ മാക്സിമം പോസിറ്റീവായി വരേണ്ടത്. അപ്പൊ അങ്ങനെ പോസിറ്റീവായി വരുന്ന ഒരു വ്യക്തിക്ക് പിന്നെ മനസ്സിന്റെ തലമായിട്ടുള്ള ഈ വികാരങ്ങളെ നിയന്ത്രിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പിന്നെ പറ്റുള്ളൂ. പക്ഷെ ബാക്കിയുള്ള ചെറിയ കാര്യങ്ങളിൽ തന്നെ മാക്സിമം പോസിറ്റീവായാൽ കുറച്ച് വലിയ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് പോസിറ്റീവ് നേടിയെടുക്കാൻ പറ്റും. ഇപ്പൊ ചെറിയ കാര്യങ്ങളിലേ നമ്മൾ നെഗറ്റീവായിരിക്കുന്നത്. നമ്മൾ കുറച്ച് വലിയ കാര്യത്തിന് വേണ്ടി പോസിറ്റീവ് ആവണം എന്ന് ചിന്തിച്ചാൽ അത് പെട്ടെന്ന് സാധിക്കൂല. അപ്പൊ നിസാരപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ പോസിറ്റീവ് ആകണം. ഇത് കൊച്ചു കുട്ടികളിൽ തന്നെ ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് ആ കുട്ടിയെ ഇങ്ങനെ പഠിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ആ കുട്ടിയും പോസിറ്റീവായി മാറുന്നു. സ്വാഭാവികമായിട്ടും ആ അച്ഛനും അമ്മയും പോസിറ്റീവായി മാറുന്നു. ഈ പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ പറയുന്നത് പ്രപഞ്ചത്തിന്റെ മനസ്സാണ്. ആ മനസ്സിലോട്ട് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ പോസിറ്റീവ് ആവുന്നത്. അല്ലാതെ 2 മണിക്കൂർ ധ്യാനിച്ചുകൊണ്ടോ 1.5 മണിക്കൂർ ധ്യാനിച്ചുകൊണ്ടോ 3 മണിക്കൂർ ധ്യാനിച്ചുകൊണ്ടോ ഒരു വ്യക്തി പോസിറ്റീവ് ആവുന്നില്ല. അത് ധ്യാനിക്കുന്നു, ബോധ മനസ്സൊന്ന് ഉറങ്ങുന്നു, ഉപബോധ മനസ്സൊന്ന് ആക്റ്റീവായിട്ട് അങ്ങനെ ഇരിക്കാം എന്നല്ലാതെ നമ്മൾ പോസിറ്റീവായി വരണമെങ്കിൽ ഈ പ്രപഞ്ചം ഉദ്ദേശിച്ച മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ മനസ്സെത്തി വരണം. അതിൽ ഒന്നാണ് ഈ അടുക്കും ചിട്ടയും അല്ലെങ്കിൽ ഈ ഒരു ക്രമം. അപ്പൊ ഈ ക്രമത്തിലേക്ക് നമ്മൾ ആദ്യം മാറി വരികയും നമ്മുടെ മക്കളെ അങ്ങനെ മാറ്റിയെടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മളവിടെ ഒരു ലെവലിൽ ഡെയിലി അല്പ പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ തിരിച്ചറിയില്ല, കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മൾ ഫുൾ പോസിറ്റീവിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മുടെ ഭർത്താവ് ഇങ്ങനെ കാണിക്കുന്നു, മക്കൾ അങ്ങനെ ആയിപ്പോയി, ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ മാത്രം ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിലർക്ക് ചിന്തിക്കാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആദ്യം പോസിറ്റീവ് ആകുക. അപ്പൊ നിങ്ങളിത് പോസിറ്റീവ് ആകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം താനെ പോസിറ്റീവായി മാറുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. പക്ഷെ അവർ നന്നായാലേ ഞാൻ നന്നാവുള്ളൂ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. വെറുതെ ഈ സമയം കളഞ്ഞ് ഈ സമയത്ത് ഇപ്പോ ഇതൊക്കെ ഓക്കെയായി ക്രമത്തിലും ചിട്ടയിലൊക്കെ പോകുന്ന കുടുംബക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇത്. അവർക്ക് ധ്യാനിക്കുമ്പോൾ ആ ഒരു ലെവലില് ഉയർച്ചയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അവർക്ക് ധ്യാനിച്ചിരിക്കാനുള്ള സമയം ആയെന്നർത്ഥം. കാര്യം ഭൗതിക കാര്യങ്ങളും ബാക്കി വിഷയങ്ങളെല്ലാം സോൾവ് ആയി എല്ലാം ഓക്കെ ആയവർക്ക് ഇനി അടുത്ത കൂടുതൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ധ്യാനത്തിനൊക്കെ സമയം കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ ഈ ധ്യാനിച്ചുകൊണ്ടിരുന്നിട്ടും വീട്ടിലെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല, പോസിറ്റീവ് ആവാൻ കഴിയുന്നില്ല. കാര്യം പലരും എന്നെ പറയുന്നുണ്ട്, അവർക്ക് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും പോലും പറ്റുന്നില്ല, അത്ര നെഗറ്റീവ് ശല്യം ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വിധ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അടിസ്ഥാനം മാക്സിമം പോസിറ്റീവാക്കി എടുക്കുക. അടുക്കളയിൽ തന്നെ പാചകമൊക്കെ ചെയ്ത് ആഹാരം കഴിച്ച പാത്രങ്ങൾ, നമ്മൾ ആഹാരം കഴിക്കുന്ന പാത്രം, അത് മിക്കയിടത്തും ഉള്ളൊരു പരിപാടിയാണ്. ആ എച്ചിലോട് കൂടി എവരുടെയെങ്കിലും കൂട്ടിയിട്ടിട്ട് രാത്രി എപ്പോഴെങ്കിലും കഴുകിയിരിക്കുന്നു. അത് മാറ്റണം. അതൊരു ക്രമക്കെട്ട പരിപാടിയാണ്. അതിന്റെ അകത്തും തിയറിയുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കഴിക്കുന്ന ആഹാരമോ അല്ല ബിസ്ക്കറ്റോ അല്ല എന്തെങ്കിലും നമ്മുടെ മേശയിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് തറ വീഴുന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എടുത്ത് കളയുമ്പോൾ എളുപ്പമായിരിക്കും. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നിറച്ച് ഉറുമ്പും കയറി മൊത്തം അത് നാശമായിരിക്കും.
ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എച്ചില് എന്താണെങ്കിലും അതിന് നമുക്ക് കഴിക്കാനും ഒരു രീതിയുണ്ട്. കഴിഞ്ഞതിന് ശേഷം ഇത് വൃത്തിയായി വെക്കാനും ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ നെഗറ്റിവിറ്റി കയറി വരുന്നതിന് മുന്നമേ നമ്മൾ നമ്മുടെ ബാക്കി പാത്രങ്ങളോ കാര്യങ്ങളോ തുണികളോ ഒക്കെ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പം കൂട്ടിയിട്ടിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നിച്ച് പറിച്ച് എടുത്ത് കഴുകുന്ന കുടുംബങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ക്രമമാക്കണം. ഇപ്പൊ ഇത്ര തുണി അതായിക്കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ അത് കഴുകണം. അത് കഴിയും തോറും അതിൽ നെഗറ്റിവിറ്റി കയറി വന്നുകൊണ്ട് നമ്മളിത് തിരിച്ചറിയുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇത്രയേ ഉള്ളൂ നിസ്സാരപ്പെട്ട കാര്യം. പക്ഷെ ഇത് നിസ്സാരമല്ല. ഇങ്ങനെ ഓരോ കാര്യത്തിലും ക്രമമുണ്ട്. ഇപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ, അല്ലെ മുതിർന്നവരാണെങ്കിൽ തന്നെ ആഹാരം കഴിച്ച ചിലത് കഴിക്കണേ കണ്ടിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് ആ മേശയിലൊക്കെ തുപ്പി വെച്ച് അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കുടഞ്ഞ് മൊത്തം ഒരു നശീകരണ നിലയിൽ കാറിയും തുപ്പിയും ഒരുപാട് സൗണ്ട് ഉണ്ടാക്കിയും ഒക്കെ ആഹാരം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ആത്മീയത്തിൽ പരാജയമാണ്. അങ്ങനെയുള്ള ആ വ്യക്തിയുടെ ആത്മാവിന് ഒരിക്കലും വളർച്ച വരില്ല. കാരണം ഇതൊന്നും ആത്മാവിന് ഇഷ്ടമല്ല. പ്രകൃതി അങ്ങനെ അല്ല. അത് വൃത്തിയും വെടുപ്പും സൗന്ദര്യവും സൂക്ഷ്മതയൊക്കെ ഉള്ളതാണ് നമ്മുടെ ഈ പ്രപഞ്ചം. അപ്പം നമ്മൾ ആ പ്രപഞ്ചത്തിലെ വ്യക്തിയുടെ ആത്മാവിന് ആ പ്രപഞ്ചമായി ഇഴുകി ചേരണമെങ്കിൽ നമ്മൾ ഇനിയും ഇത് നിസ്സാരമായി തള്ളിക്കളയുന്ന ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അവിടെ നമ്മൾ ആ ഒരു ഡീസൻസി കീപ്പ് ചെയ്യണം. എച്ചിലൊക്കെ ഒരിടത്ത് തന്നെ വെക്കാൻ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് അതെല്ലാം നമ്മൾ തന്നെ എടുത്ത് മാറ്റി കളയാൻ നോക്കണം. ഇത് മിക്ക കുടുംബത്തിലുണ്ട്. ഗൃഹനാഥന്മാരെ ആണെങ്കിലും അങ്ങനെ തന്നെ. അവരവിടെ വലിച്ചു വാരി എല്ലാം തുപ്പി നാറ്റി വെച്ചിട്ട് അവരെഴിച്ചങ്ങ് പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മീയ എന്ന് പറഞ്ഞ് എടുത്ത് 1 മണിക്കൂറോ 2 മണിക്കൂറോ അത് കഴിഞ്ഞിട്ട് ധ്യാനിക്കാനെന്ന് പറഞ്ഞ് ഒരു പ്രയോജനം വരില്ല. പിന്നെ മൊബൈലും അതൊക്കെ കണ്ടിരുന്ന് അവിടെ ക്രമം തെറ്റില്, എന്നിട്ട് രാത്രി ഉറങ്ങുന്നതിന് ഇത് ക്രമം തെറ്റില്. അതിന്റെ സമയം വയ്ക്കണം. ഇപ്പൊ ഒരു 10:30 മണി അല്ലെങ്കിൽ 11 മണി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കിടന്നിരിക്കണം. പിന്നെ ഒരു സിനിമ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അന്ന് 2 മണി 3 മണി ഇരുന്ന സിനിമ കാണാം. പിറ്റേ ദിവസം രാവിലെ ഉറക്കമൊഴിക്കുമ്പോൾ ഒരു 5 മണിക്ക് ഉറക്കമൊഴിക്കും, അല്ലെങ്കിൽ 6 മണിക്ക് ഉറക്കമൊഴിക്കുന്നു. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങളൊരു ക്രമം വയ്ക്കണം. പക്ഷെ ആ ക്രമത്തിലായിരിക്കണം. പിന്നെ ഇന്നിപ്പോ 5 മണി കഴിച്ചിട്ട് നാളെ 7:30 മണി കഴിച്ചും, പിന്നെ അതിന്റെ പിറ്റേന്ന് 3:30 മണിക്ക് ഉണർന്നു, പിന്നെ അതിന്റെ പിറ്റേന്ന് ഉച്ചയ്ക്ക് രാവിലെ ഒരു 10-10:30 മണി വരെ കിടന്ന് ഉറങ്ങി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് 11 മണിയിൽ ഉറക്കം. ഇതെല്ലാം ക്രമം തെറ്റലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ആണായാലും ശരി പെണ്ണായാലും ശരി ഒരിക്കലും ആത്മീയ വളർച്ച മുന്നോട്ട് വരൂല. കാരണം അതൊക്കെ ക്രമം തെറ്റി നടക്കുന്നത് കാരണം അതെല്ലാം നെഗറ്റിവിറ്റിയാണ്. അപ്പൊ മാക്സിമം നമ്മുടെ കുടുംബ ജീവിതത്തിൽ, ഇപ്പൊ ഓഫീസ് കാര്യത്തിൽ, വീട്ടിലാണെങ്കിൽ തന്നെ പത്രം ഒരിടത്ത്, വായിച്ച ബുക്ക് ഒരിടത്ത്, പിന്നെ മാഗസീൻ വേറെ ഉണ്ടെങ്കിൽ അതെല്ലാം വേറൊരു സ്ഥലത്ത്, ഓഫീസിന്റെ കാര്യത്തിലുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇപ്പുറത്ത് വേറെ രീതിയിൽ, ഇതിന്റെ ഇടയിൽ കൂടെ കുട്ടികളുടെ പഠിക്കുന്ന ബുക്കുകളെല്ലാം കൂടെ അപ്പുറത്ത് വേറെ സൈഡില്. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിയുടെ ആ കുടുംബത്തിലോ ആ വ്യക്തിയിലോ നെഗറ്റീവ് ശക്തിയെ കയറി നിൽക്കുകയുള്ളൂ. അവർക്കൊരിക്കലും പോസിറ്റീവിലോട്ട് പെട്ടെന്ന് വരാൻ കഴിയില്ല. കാരണം ഇങ്ങനെയുള്ള സാധനത്തിലൂടെ വരുന്ന നെഗറ്റിവിറ്റി നമ്മുടെ ബാക്കി പ്രാർത്ഥന സമയത്തും അങ്ങനെയുള്ള സമയത്തെല്ലാം തടസ്സം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള നിസ്സാരപ്പെട്ട കാര്യത്തിലേക്ക് ആ പ്രപഞ്ചത്തിന്റെ മനസ്സനുസരിച്ച് നമ്മൾ എത്തണം. എന്നിട്ട് വേണം അടുത്തടുത്ത ലെവലിലോട്ട് പോകാൻ. ഇങ്ങനെ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഇപ്പൊ ഷൂസ് ആണെങ്കിലും ചെരുപ്പാണെങ്കിലും ഇട്ടുകൊണ്ടുവന്ന സോക്സ് അതൊരറ്റത്ത് നാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നെഗറ്റീവാണ്. ഇങ്ങനെ പല മേഖലകളിലും പ്രപഞ്ചത്തിന്റെ നിയമപ്രകാരം ഇങ്ങനെയുള്ള ഈ വീട്ടിന്റെ ഈ അടിസ്ഥാനപ്പെട്ട കാര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യത്തിലെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ഇതെല്ലാം ചെയ്യേണ്ടത് വീട്ടിന്റെ ഗൃഹനാഥയാണ്. അതായത് ആ കുടുംബത്തിന്റെ അമ്മ, സ്ത്രീകളാണ് ഇതെല്ലാം മുൻകൈ എടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊരു സ്ത്രീ ഈ വിധ കാര്യങ്ങളെല്ലാം മുൻകൈ എടുത്ത് അവരുടെ ഭാഗം ക്ലിയർ ചെയ്ത് വരുമോ അത്രയും അവർക്ക് ദൈവമായിട്ടുള്ള കണക്ഷൻ പെട്ടെന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാം, ഭർത്താവ് കുടിയനാണ്, ഒരു ഉത്തരവാദിത്വമില്ല, മക്കൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, തോന്നിയതുപോലെ അവർ കാണിക്കുന്നു ഇവർ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മൾ എന്താണ് ശീലിച്ചു വന്നത് അതേപോലെ നമ്മളെ മക്കളെയും ശീലിപ്പിച്ചത് കൊണ്ടാണ് ഈ പ്രായത്തിൽ അവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മൾ ചെറുപ്രായത്തിലെ കറക്റ്റ് അടുക്കും ചിട്ടയൊക്കെ പഠിച്ച് ആ ലെവൽ വന്നിട്ട് നമ്മുടെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴേ നമ്മുടെ ഈ വിധ രീതിയും ശൈലികളും കണ്ട് വളർന്നിരുന്നെങ്കിൽ അവരും താനെ അത് ചെയ്തു പോകും. കാരണം ഇപ്പൊ ചൈനയിലേക്കുള്ള കുട്ടികളെ പാമ്പിനെയും പഴുതാരെയും മറ്റേ പാറ്റയും പല്ലിനെയൊക്കെ അവർ കറിവെച്ച് തിന്നണത് അവർക്കൊരു 11-12 അല്ലെങ്കിൽ ഒരു 22 വയസ്സായപ്പോൾ ഇന്ന് മുതൽ നീ ഇത് തിന്നണം എന്ന് പറഞ്ഞ് തിന്നു തുടങ്ങിയതല്ല. അവരുടെ മാതാപിതാക്കൾ എന്ത് കഴിക്കുന്നു അത് കൂടെ ഇരുന്ന കൊച്ചു കുട്ടികൾ നടക്കാൻ പോലും പറ്റാത്ത പ്രായത്തിൽ തുടങ്ങാത്ത പ്രായത്തിലെ കഴിച്ചു തുടങ്ങിയ ശീലമാണ് അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കതിൽ പല ന്യായങ്ങളൊന്നും പറഞ്ഞ് മാറാൻ കഴിയില്ല. കാരണം നമ്മൾ എന്ത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ, കൊച്ചുകുട്ടി ഉദ്ദേശിക്കുന്നത് പൊടിക്കുട്ടി നമ്മളൊക്കെ നോക്കുന്ന പ്രായം മുതലേ തുടങ്ങണം. അത് മുതലേ നമ്മൾ എന്ത് ചെയ്തു വരുന്നു, എന്താണ് നമ്മുടെ ശീലം, അതാ കുട്ടി ചെയ്തിരിക്കും.
അപ്പൊ നമ്മൾ ചെയ്തെങ്കിൽ പോലും നമ്മളെ മക്കൾ അങ്ങനെ ചെയ്യിക്കേണ്ട, അവരെ നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കണം എന്നൊക്കെ പറയും. നമ്മൾ മാറ്റിയും കൂടെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറ യാതൊണ്ടൊക്കെ മാറി തിരിഞ്ഞ് നിൽപ്പുള്ളത്. അപ്പൊ ഇനിയിപ്പോ ഇത്രയും ചളവായിപ്പോയി, കുളമായിപ്പോയി, ഭർത്താവും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാൻ നേരത്തെ മെസ്സേജിൽ പറഞ്ഞതുപോലെ നമ്മൾ വിവാഹത്തിൽ തന്നെ അതിന് മുന്നമേ ദൈവമായിട്ട് നല്ലൊരു കണക്ഷൻ വന്ന് നമ്മൾ ദൈവിക രീതിയിൽ നിന്നിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെയോ ഭാര്യയോ നമുക്ക് ഇങ്ങനെ ഈ ലെവലിൽ കിട്ടൂലായിരുന്നു. ഇപ്പൊ നമ്മൾ ആൾക്ക് അന്നേ തെറ്റിക്കിടന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരാളെ കിട്ടിയുള്ളൂ. ഇനിയിപ്പം എന്ത് ചെയ്യാം, സഹിക്കുക. എന്നിട്ട് നമ്മുടെ ഭാഗം ഇപ്പൊ നിങ്ങൾ ഭാര്യയാണ് ഈ ആത്മീയ കാര്യങ്ങൾ കേൾക്കുന്നെങ്കിൽ ഭാര്യ ഈ പറയുന്ന പോലെ അടുക്കിച്ചിട്ടും ക്രമവും ആത്മീയതയൊക്കെ കൊണ്ടുവരാൻ നോക്കണം. ഭർത്താവിനെ ഇതിന്റെ പിറകെ വരുന്നില്ല, ഭർത്താവ് ഇതൊന്ന് മൈൻഡ് ചെയ്യുന്നില്ല, ഭർത്താവിന്റെ കാര്യങ്ങൾ വിട്ടയക്കി. നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്തു പോയ സെലക്ഷൻ അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെ ആയിപ്പോയി, വിട്ടയക്കി. സെലക്ട് ചെയ്ത് കല്യാണം കഴിച്ചു, അന്ന് പറ്റിയ തെറ്റിൻ പുറത്ത് ഇങ്ങനെ ഒരു ആള് വന്നു. ഓക്കെ, ഇനി നമ്മൾ ജീവിതം മാറി കാണിക്ക്, നമ്മൾ മാക്സിമം പോസിറ്റീവ് ആകും. ആ പോസിറ്റീവ് എനർജി ആ വീട്ടിൽ വന്നിരിക്കും. ഇപ്പൊ ഭാര്യയായാലും ഭർത്താവായാലും നിങ്ങൾ പോസിറ്റീവ് ആകും തോറും ഈ പോസിറ്റീവ് കൂടി വരുന്നിടത്ത്, അതായത് പ്രകാശം കയറി വരുന്നിടത്തുനിന്ന് അന്ധകാരം പതുക്കെ മാറി പോകും. നമ്മൾ പ്രകാശം ഇല്ലായിരുന്നിട്ട് അന്ധകാരത്തെ മാറാൻ പറഞ്ഞ അന്ധകാരം മാറൂല. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ മെസ്സേജുകൾ കേൾക്കുകയും ഈ ആത്മീയ വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ തന്നെ പ്രകാശമായിക്കൊണ്ടിരുന്നാൽ മതി. ആ കുടുംബത്തിൽ താനെ ഇരുട്ട് നീങ്ങി മാറിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ അനുഭവിച്ചറിയണം. ഇത് ആദ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അല്ലാതെ അവർക്ക് വേണ്ടി കിടന്ന് മരിച്ചിടന്ന് പ്രാർത്ഥിച്ചിട്ടോ അവരെ കിടന്ന് ഉപദേശിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ പ്രകാശമായാൽ അവിടെ ഇരുട്ട് മാറിയിരിക്കും. ഇരുട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ശക്തികൾ തന്നെ മാറിപ്പോയിരിക്കും. മാറിപ്പോകുമ്പോൾ നമ്മളെ കൂടെ വസിക്കുന്നവർക്ക് ഇത് ശരിയാണല്ലോ, അതൊക്കെ തെറ്റല്ലേ എന്ന് താനെ ബോധം വന്നു തുടങ്ങും. അപ്പൊ ഈ പ്രകാശം അവരിലേക്ക് കയറുന്നു, അല്ലെങ്കിൽ ഈ അന്ധകാരം മാറുന്നതിന്റെ തെളിവാണ് സ്വബോധം വന്നു തുടങ്ങും. അങ്ങനെ അവർക്ക് സ്വബോധം വന്നു തുടങ്ങിയാൽ മാത്രമേ അവരും നന്നാവാൻ ശ്രമിക്കുകയുള്ളൂ. ഇപ്പം മക്കള് നിരീശ്വരവാദികളാണ്, അല്ലെ, മക്കൾക്ക് യാതൊരു ഇതുമില്ല അതുമില്ല, അവരൊക്കെ തോന്നിയ പോലെ ജീവിതമാണ്, അവര് ജീവിച്ചോട്ടെ. അവർ ചെയ്യുന്ന തെറ്റുകൾ, അവർ ക്രമം മാറ്റിക്കളയുന്ന സാധനങ്ങൾ നിങ്ങൾ എടുത്ത് ക്രമത്തിലാക്കി വെക്കണം. നിങ്ങൾ അത് കറക്റ്റാ ചെയ്യണം, അവരിത് കാണണം. ഇങ്ങനെ പല ആവർത്തി നിങ്ങളുടെ ഭാഗം ക്ലിയറാക്കി കാണിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ദൈവം തന്നെ ചില ബോധം അനക്കി വിട്ടുകൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ പ്രവൃത്തി ഈ പ്രപഞ്ചത്തിന് ബോധിച്ചു കഴിഞ്ഞു. അപ്പൊ പ്രപഞ്ച ശക്തികൾ അവരിലേക്ക് ചില പ്രകാശം അവരിലേക്ക് പകർത്തി തുടങ്ങും. അത് മാറ്റമില്ല, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അവർക്കും ചെറിയ ലെവലിലേക്ക് അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാം. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, സ്വന്തം വീട്ടിൽ തന്നെ സാധനങ്ങളാണെങ്കിലും ആഹാരത്തിന്റെ, ഇപ്പൊ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഉള്ളി, സവാള, ഇങ്ങനെയുള്ള മലക്കറി സാധനങ്ങളൊക്കെ, മലക്കറി വാങ്ങിച്ച പഴയ മലക്കറി, ഇതൊക്കെ അവിടെ നിന്ന് പൂത്ത് നാറി അഴുവി കിച്ചണിൽ തന്നെ ഇരിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് നല്ലത് രണ്ടെന്ന് പറക്കിയെടുത്തിട്ട് കറി വെച്ചിട്ടും ഈ പൂത്ത സാധനം അവർ കളയില്ല. ഇത് എന്തിനാണ് ഈ പൂക്കുന്നത് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അത് ഇന്ന് എടുത്തു കൊള്ളൂല, അന്യൻ അത് കളയാൻ നോക്കണം, അല്ലെങ്കിൽ പിറ്റേ ദിവസം കളയാൻ നോക്കണം. ഇത് അവിടെ ഇങ്ങനെ വെച്ചേക്കും, അത് അവിടെ ഇരുന്ന് കൂടെ നാറി പൂത്ത് ഒരു സൈഡിലിരിക്കും. ചില വീട്ടിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോഴേ ഒരു വല്ലാത്ത കുമിഞ്ഞ നാറ്റവും ഫ്രിഡ്ജിന്റെ അകത്ത്. സംഭവം എന്താണ്? പഴകിയ സാധനങ്ങൾ, ഒരു 2 ആഴ്ച പഴകിയ ആഹാരത്തിന്റെ മിച്ചം അത് എടുത്ത് കളയുന്നില്ല, ഫ്രിഡ്ജ് വെച്ചേക്കാണ്. അത് അവിടെ നിന്നും കൊണ്ട് വേറെന്തോ സാധനമായി മാറിയിട്ടാണ് അവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളിലൂടെ ഒരുപാട് നെഗറ്റീവ് നമ്മുടെ കുടുംബത്തിൽ കടന്നുകൊണ്ടിരിക്കും. ഞാനേ ഇത്ര വിശദീകരിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്, ഒരു ദിവസം പല കോളുകൾ സ്ത്രീകളുടേതാണ് വരുന്നത്, കൂടുതലും ഈ വീട്ടിലെ അമ്മമാര്, മക്കളൊക്കെ ഉള്ള അമ്മമാര്. അപ്പം അവരുടെയൊക്കെ പ്രശ്നങ്ങള് അവർക്ക് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് തുടങ്ങി വരുന്നു, ചില കാഴ്ചകളൊക്കെ കണ്ടുവരുന്നു, പിന്നെ അങ്ങോട്ട് കയറി വരുന്നില്ല. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്, അവരെ ശല്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്ര പ്രാർത്ഥിച്ചിട്ടും പോകുന്നില്ല. അപ്പൊ ഞാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ, നിങ്ങൾക്കൊക്കെ ഇതൊക്കെ തന്നെ ബോധ്യം വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആദ്യമേ പറയാതെ ബ്രേക്ക് ചെയ്ത് വെച്ചിരുന്നത്. കാരണം എല്ലാവർക്കും ആത്മീയത്തിന്റെ വലിയ ലെവലിലോട്ട് പോകണം, ഹൈ ലെവലിലോട്ട് അറിയണം. 3 മണിക്കൂർ ധ്യാനിക്കുന്നു, 4 മണിക്കൂർ ധ്യാനിക്കും, ഇതിലൊക്കെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഇതിലൂടെ എന്തോ നേടാൻ പറ്റും, എന്തോ കിട്ടില്ലെന്നല്ല, പക്ഷേ അടിസ്ഥാനങ്ങൾ പലതും തെറ്റിക്കിടക്കുന്നു എന്ന ബോധം ആർക്കും വരുന്നില്ല. അപ്പം നിങ്ങൾ തന്നെ ശ്രമിക്കുകയും നിങ്ങൾക്ക് തന്നെ നിരാശകൾ വരെയും ചെയ്യുമ്പോഴേ ഈ നിസ്സാരപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ ലക്ഷ്യം വലുതാണ്, എനിക്കറിയാം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ വലുത് കിട്ടണം, ഹൈ ലെവലിലെ സാധനം വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ അതിന് തടസ്സം ഈ നിസ്സാരപ്പെട്ട സാധനങ്ങളാണ് നിങ്ങൾ തിരിച്ചറിയണം.
നമ്മൾ ചെയ്യേണ്ട കടമ. അപ്പം ആ വീട്ടിലുള്ള ആരായാലും എത്ര തലരിഞ്ഞാലും നിരീശ്വരവാദിയാണെങ്കിലും എന്തായാലും അവർ എന്ത് മണ്ടത്തരം കാണിച്ചാലും നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് ഡിസോർഡറായി കിടക്കുന്നു, അത് ഭർത്താവ് എടുത്തിട്ട് അങ്ങനെ ഇട്ടു, മക്കളെടുത്ത് അങ്ങനെ ഇട്ടു, നിങ്ങൾ ഇതിന് ചിന്തിക്കണം. നിങ്ങളുടെ കടമ, നിങ്ങൾ പോസിറ്റീവ് ആവണോ? എന്റെ വീട്, ഞാൻ താമസിക്കുന്ന വീട് ഡിസോർഡറായി കിടന്നാൽ ഞാൻ അത് അടുക്കി വെക്കും എന്ന് ചിന്തിച്ച് ചെയ്ത് നോക്ക്. കിച്ചൺ അകം മാക്സിമം വൃത്തിയാക്കി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിപ്പോ ഇന്നെടുത്ത് റെഡിയാക്കിയിട്ട് നാളെ മുതൽ ഇത് ധ്യാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടില്ല. ഇത് നിങ്ങളുടെ ജീവിത ശൈലിയായി മാറണം. ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ശകലം പോസിറ്റീവായി, നാളെ ചിലപ്പോൾ കുറച്ചുകൂടെ പോസിറ്റീവ്, ഇങ്ങനെ കുറച്ചുനാൾ തുടരുമ്പോഴാണ് നിങ്ങളുടെ രീതി ലെവലൊക്കെ തന്നെ മാറി വരുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ ജീവിത ശൈലിയായി മാറി ഈ അടുക്കും ചിട്ടയും വീട്ടിൽ ഇങ്ങനെയുള്ള വൃത്തിയും ഈ ഒരു ക്രമവും കാര്യം ഇതൊക്കെ നിങ്ങൾ താനെ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്വഭാവമായി മാറണം. ഈ ക്രമവും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടിസ്ഥാന സ്വഭാവമായി മാറി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ നല്ലൊരു പോസിറ്റീവ് ഫീല് അല്ലെങ്കിൽ കയറി വരുന്നത് അനുഭവപ്പെടാൻ പറ്റുള്ളൂ. അതുപോലെ 2 ദിവസമോ 3 ദിവസമോ ഒരാഴ്ചയോ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് പെട്ടെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പറ്റൂല. കാരണം അത് ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങളത് ഓർമ്മയിൽ ചെയ്യണതാണ്. നിങ്ങളുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ഇത് ആയി വന്നിരിക്കണം. അങ്ങനെ വന്നു നോക്ക്, ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വരും. ഇതൊരു തുടക്കമാണ്. ഇനി ഇതേപോലുള്ള ചില കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇത്ര മതി. ഓക്കെ, ശരി.